പിന്നെ എന്തെങ്കിലും സാധനം തുടങ്ങുമ്പോൾ എല്ലാവരും കൂടി വന്നത് മുടക്കാൻ വരുന്നത് ഞങ്ങളിപ്പോൾ ആൾക്കാർ മൊത്തം യു കെക്ക് നയിക്കും പോവാ. എന്താ കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. അവർക്ക് ഇവിടെ വരാൻ പാടില്ല. കേരളത്തില് ബിസിനസ് തുടങ്ങാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല. ഹായ് ഗൈസ്, എന്റെ പേര് അർജുൻ. എന്റെ പേര് ശരൺ. വൈഭവ്. ഞങ്ങക്ക് നാട്ടിൽ നിൽക്കണമെന്നായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗത്തിൽ നാട്ടിൽ നിന്ന് ജോലി എടുത്ത് ജീവിച്ചു പോവാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതെല്ലാവർക്കും അറിയാം, നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ ആയാലും. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊടകരയിൽ ഒരു കാർ വാഷ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പരിപാടികൾ ഇട്ടുണ്ട്. അത് 1 കൊല്ലം മുമ്പാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1 കൊല്ലം മുമ്പ് നമ്മൾ സ്ഥലമൊക്കെ ഓക്കെ ആയിരുന്നു. സ്ഥലം നോക്കി അത് കഴിഞ്ഞിട്ടും നമുക്ക് 1 കൊല്ലം എടുത്തു നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയ അവസ്ഥയാണ്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള പെർമിറ്റ്, കൺസെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അതെടുത്തു, പഞ്ചായത്തിന്റെ പെർമിറ്റ് എടുത്തു, അതുപോലെ തന്നെ KS15 ലൈസൻസ് എടുത്തു. പിന്നെന്താ PWD, അതായത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പറമ്പിക്ക് കടക്കാനായിട്ട് ആക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, PWD അതിപ്പോ സ്ലാബ് ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല. സ്ലാബ് ഇടാനായിട്ട് PWD പെർമിറ്റ് എടുക്കണം എന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ അതും എടുത്തു. അതിന് 2 മാസം നമ്മൾ PWD കയറി നടന്നിട്ടാണ് നമുക്ക് ആ സ്ലാബ് ഇടാനുള്ള ഒരു NOC നമുക്ക് കിട്ടിയത്. അതും നമ്മൾ വരെ എടുത്തിട്ടാണ് നമ്മൾ പണി തുടങ്ങിയത്. പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തൊട്ടപ്പുറത്തെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട്. അവർക്ക് ഇവിടെ വരാൻ പാടില്ല. അതായത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയണത്. ഒരാളുടെ ബുദ്ധിമുട്ട് അത് കൂട്ടുപിടിച്ച് നമ്മളെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തി അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരാളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. ഒരാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ആളുടെ പ്രൈവസി പോവും. ഇതാണ് ആളുടെ ഏറ്റവും വലിയ. ആള് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പറമ്പ് 25 കൊല്ലമായിട്ട് വെറുതെ എടുക്കുന്ന ഒരു പറമ്പാണ്. അതിന്റെ ഈ പറമ്പിന്റെ ഉള്ളിൽ ഞങ്ങള് സ്ഥലം റെന്റിന് എടുത്തേക്കണ്ട. അത്ര പൈസ ഉള്ള ആൾക്കാരൊന്നല്ല. ഇത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പണിയുന്നത്. അപ്പോൾ റെന്റിന് എടുത്തിട്ട് ഈ ഓണർ 25 കൊല്ലമായി ഈ പറമ്പ് വാങ്ങിച്ചിട്ടിട്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇയാളുടെ വീടിന്റെ, നമ്മുടെ പറമ്പിന്റെ ബാക്കിലാണ് ഈ പറഞ്ഞ ഒരു ചേട്ടന്റെ വീട്. ഞാൻ ചേട്ടൻ വിളിക്കാനുള്ള വേറെ കാര്യമുണ്ട്. ചേട്ടന്റെ വീട്. അപ്പോൾ ആ ചേട്ടന് നമ്മൾ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ആളുടെ പ്രൈവസി പോവും. പിന്നെ എന്തൊക്കെയോ ആള് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക്. പിന്നെ ആള് അന്വേഷിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ ഒരു 10-30 വീട്ടിൽ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പെർമിഷൻ ഇല്ലാണ്ടാണ് നമ്മളിത് തുടങ്ങണമെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്നോ എവിടെ നിന്നും ഒരു പെർമിറ്റോ കാര്യങ്ങളോ ഇല്ലാണ്ടാണ് നമ്മൾ തുടങ്ങുന്നു പറഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 10-30 വീട്ടിൽ പോയി ഇയാൾ ചർച്ച ചെയ്ത് നമ്മുടെ അത് പൂട്ടിക്കാനുള്ള പരിപാടി ഇയാള് സെറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന വരെ ഒരു മനസമാധാനത്തിൽ അവിടെ പണിയാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതായത് അവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇയാള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിൽ ഇത് നിങ്ങൾ നടത്തില്ല, അത് ഇത് ഞാൻ ഏതറ്റം വരെ പോയാലും ഇത് നടത്തില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് പെർമിറ്റ്, ഗവൺമെന്റ് പെർമിറ്റ് എടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പെർമിറ്റ് എടുത്തു, എല്ലാ പെർമിറ്റുകളും എല്ലാ തേങ്ങി വാങ്ങി നൂലും മാല അടച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടും ചേട്ടൻ എന്തൊക്കെ പറയണേ. അപ്പൊ ഇയാൾക്ക് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ പൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോംസ് പ്രകാരം ചെയ്താൽ എങ്ങനെ പൊല്യൂഷൻ ഉണ്ടാവുക? ഇത് ഇയാളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ പണി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ, അതായത് സൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നത് എന്ത് സംഭവം എന്ന് ചോദിക്കല്ലോ. അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത്, അതിന് മുമ്പ് നമ്മൾ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓണർ വിളിച്ച് ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഈ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു ഇത് തുടങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഓക്കെ പറഞ്ഞ ആൾ വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇയാൾ ഒരു ദിവസം അന്ന് ആൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആളൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല, ആ ശരി എന്ന് പറഞ്ഞ ആൾ വെച്ചു. പിന്നെ ഒരു ദിവസം ഇയാൾ കള്ളുടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓണറെ വിളിച്ച് ആൾ ചീത്ത പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കാണ്, ഞങ്ങളെ ശല്യമാക്കാണ്, ഇത് തേങ്ങ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിൽ പോയി സംസാരിച്ചില്ല എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മൾ കാരണം ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ ആളൊരു നല്ല മനുഷ്യനാണ്. ആള് നല്ല നല്ല തിരക്കുള്ള ഒരു ബിസിനസ് മാനാണ് ആള്. അപ്പൊ ആളെ വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ട്, ഈ കണ്ണി കണ്ട ആൾക്കാരെ വിളിച്ച് ആളുടെ വെറുതെ എങ്ങനെ ആളുടെ സമയം മെനക്കെടുത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം നമ്മൾ തൊട്ടടുത്ത വീട്ടിലൊന്നും പറഞ്ഞില്ല. കാരണം പിന്നെ നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചപ്പോൾ കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാനായിട്ട് കൺസെന്റ് എടുക്കണം എന്നൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ട്. തൊട്ടടുത്ത 10 വീട്ടിൽ നിന്നുള്ള കൺസെന്റ് നമ്മൾ എടുക്കണമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ആരും കൊടുക്കാൻ ഇതുപോലത്തെ, ഇപ്പം അറിയാലോ കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പം ഈ കൺസെന്റ് കൂടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നടക്കില്ല എന്ന് കേരള ഗവൺമെന്റ് അറിയണ കാരണം
നമുക്ക് കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഏതാണോ ഇത് അതിനുള്ള അവര് പറയണ കാര്യങ്ങള് നോംസ് നമ്മൾ അംഗീകരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അത് പ്രകാരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ സൈറ്റ് ക്ലിയർ ചെയ്യേണ്ട സമയത്ത് ഈ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമ്മളിത് തുടങ്ങാൻ പോകണം. അപ്പൊ ഇയാള് വീടിന്റെ ചുമരും ചേരുന്നിട്ടുള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരു ശല്യം ഉണ്ടാക്കില്ല, ഞങ്ങൾ ഈ ടിപ്പ് ടാങ്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ട്. എന്തിനാ പറയണേ, മറ്റേ സ്വിമ്മിംഗ് പൂളിൽ അടിക്കണ വാട്ടർ പ്രൂഫ് വരെ അടിച്ച് ഫുള്ളി വാട്ടർ പ്രൂഫ്, ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് ലീക്കാവില്ല. അതുപോലെ ഒന്നും ആരും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ അടുത്ത് ETP ചെയ്യണ ചേട്ടൻ വരെ പറഞ്ഞു, വെറുതെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, അത്ര അധികം ETPക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ശല്യം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാം വെറുതെ എന്ന് പറഞ്ഞപ്പോൾ വാട്ടർ പ്രൂഫ് അടിച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് അടിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടും നമ്മൾ ബാക്കിയുള്ളവരുടെ ശല്യം കണക്കിലെടുത്ത് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഭാവിയിൽ അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഉണ്ടാവല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞ് ഈ പണി തുടങ്ങിയ സമയത്ത് ഇയാളുടെ അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ഈ ചേട്ടൻ ഒന്നും മിണ്ടാണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ മനുഷ്യൻ ഓണറേയും കൂട്ടിട്ട് ആളുടെ വീട്ടിൽ വരെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഇത്തിരി പണി, അതായത് ഷീറ്റ് വർക്കിന്റെ ഒക്കെ ജസ്റ്റ് കാലൊക്കെ കുഴിച്ചു. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഓണർ ആള് പറഞ്ഞ ആള് നല്ല മനുഷ്യൻ, ആള് പറഞ്ഞു നമുക്ക് തൊട്ടടുത്ത ചേട്ടന്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് സംസാരിക്കാം. അപ്പൊ ഒരു വൈകുന്നേരം ഞങ്ങൾ ഒരു 7 മണി നേരത്ത് ഞങ്ങൾ ആളുടെ വീട്ടിൽ പോയി. ആളുടെ വീട്ടിൽ റൂമിൽ നമ്മൾ മറ്റേ ലിവിംഗ് റൂമിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ച് ഒക്കെ റെഡി ആയിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ മാറി. ഈ ഒരു ബാക്കിൽ വീടുള്ള വേറൊരു ചേട്ടൻ എന്ന് പറഞ്ഞത്, നമ്മൾ പോയിട്ടില്ല അയാളുടെ വീട്ടിൽ, അയാളുടെ ഉള്ള വാക്കും കേട്ട് ഇങ്ങേര് 10-30 ആൾക്കാരെയും കൂട്ടി നമ്മൾ ചെയ്ത് നമ്മളെന്തോ ആണവന്നില്ലേ മണിയണ പോലെ ആ ചേട്ടൻ പറയണേ. പിന്നെ ഈ ചേട്ടൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഓറഞ്ച് കാറ്റഗറിയാണ് നമുക്ക് ഈ കാർ വാഷിന് വരുന്നത്. കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അതിന് വരുന്നത് ഇയാള് പറയണത് റെഡ് കാറ്റഗറി എന്നാ. ആളേതോ യൂട്യൂബിൽ ഏതോണ്ടൊരു വീഡിയോ, യൂട്യൂബിൽ ആർക്ക് വേണമെങ്കിലും വീഡിയോ ഇടാം. എനിക്ക് വേണമെങ്കിൽ ഒരു ഫോൾസ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. നമ്മള് ഇതുപോലുള്ള നമുക്ക് നമ്മുടെ അടുത്ത് ആദ്യം വന്ന് സംസാരിച്ച ആളുടെ ഒരു ഇതും കാര്യങ്ങളും വെച്ചിട്ട് ആൾക്ക് ചിലപ്പോ അറിയില്ല എമൗണ്ട് പറയുന്നതായിരിക്കാം. പക്ഷെ ഈ മനുഷ്യൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഇയാള് തൊട്ടടുത്തുള്ളപ്പോ നമുക്ക് സന്തോഷമായി. കാരണം ഒരു വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി എളുപ്പമാണ്. പിന്നെ ആൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. പിന്നെ പക്ഷെ ഇയാള് ടോട്ടലി ഡിസപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഈ ആളുകളുടെ മനസ്സിലൊരു ഇതുണ്ട്, ഇത്ര നിലയിൽ നിൽക്കുന്ന ഒരാള് പറയണത് തള്ളിക്കളില്ല. ആ ഒരു ഇത് വെച്ചിട്ടാണ് നാട്ടുകാരും ആള് പറയണതൊക്കെ വിശ്വസിച്ചിരിക്കണത്. ഇതിപ്പോ ഇനി നമ്മുടെ ഗുഡ് വില്ലിനെയും ബാധിക്കുമെന്നും നമുക്ക് സംശയമുണ്ട്. നമുക്കെതിരെ ഏത് ലെവലിൽ വേണമെങ്കിലും കേസ് വരാം. ഇനി പെണ്ണ് കേസ് വരുമെന്ന് വരെ നമുക്ക് സംശയമുണ്ട്. സത്യം. അയ്യോ, ഇപ്പൊ എന്ത് പറഞ്ഞാലും രാഹുൽ ഈശ്വരും അണ്ണന്മാരും ഞങ്ങളുണ്ട് കേട്ടാ. അവര് ഭീഷണിയാണ്. ഇത് നിർത്തിക്കാനായിട്ട് ഏതറ്റം വരെ അവര് പോകുന്നത്. പണി കിട്ടുന്നവർക്ക് അറിയണം. കാരണം പോലീസ് കണ്ടുപോയിട്ട് നമ്മുടെ സമയം വൈപ്പിക്കുക. അതൊരു മാസം വൈകുന്ന ഒരു എന്തോരം നഷ്ടടാ. നമ്മള് കാണിച്ചു കൊടുക്കില്ല. കഷ്ടപ്പെട്ട് നൂലൊക്കെ